ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ വർക്കലയിൽ നിന്ന് തൃശ്ശൂർക്ക് എത്തി. അപ്പം തൃശ്ശൂർ എത്തിയതിൻ്റെ മെയിൻ കാര്യം എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആണ്, സെപ്റ്റംബർ 22. അപ്പോൾ തലേ ദിവസത്തെ ഒരു കുട്ടി ഷോപ്പിംഗ് വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. വേറെ ഒന്നുമല്ല, തലേ ദിവസം ഞങ്ങൾ കേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ തൃശ്ശൂരുള്ള ഈസ്റ്റ് ഫുഡ് ജംഗ്ഷനിലുള്ള എവറിഡേ ബേക്സിൽ വന്നിരുന്നു. അവിടെ നമ്മൾ കേക്കൊക്കെ ഓർഡർ ചെയ്തതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് ആണല്ലോ സെലക്സ് മോൾ. അപ്പം സെലക്സ് മോളിലേക്ക് ഞങ്ങൾ രണ്ടുപേരോട് പോയി. വേറെ ഒന്നിനുമല്ല, കുറച്ച് ഈ പായസത്തിൻ്റെ റെഡിമെയ്ഡ് മിക്സും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗിഫ്റ്റൊക്കെ റാപ്പ് ചെയ്യേണ്ട പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. അപ്പം അങ്ങനെ ഇതൊക്കെ മേടിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പം ഇന്ന് വേറൊരു സ്പെഷ്യാലിറ്റിയും കൂടിയുണ്ട്. എൻ്റെ കസിൻസും വല്യമ്മയൊക്കെ കോഴിക്കോട് നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അവർ വരുന്നതിൻ്റെ ഒരു വേറെ പേർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ചേട്ടൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ 9th month ഒരു സെർമണി ഉണ്ട്. അതായത് എല്ലാവരും കോഴിക്കോട് നിന്ന് വന്നിട്ട് എല്ലാവരും പോയി കാണുക, വയറ് കാണൽ ചടങ്ങ് എന്നൊക്കെ പറയും. അപ്പോൾ ഞങ്ങളും പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ മെയിനായിട്ട് വന്നത്. അതിൻ്റെ കൂട്ടത്തിൽ എല്ലാ കൊല്ലവും എൻ്റെ അനിയന് കിട്ടുന്നൊരു ഭാഗ്യമാണ്, കസിൻസ് എല്ലാവരും ഉണ്ടാവും അവൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടും കൂടിയിട്ട് സെലിബ്രേറ്റ് ചെയ്യാനാണ് ഇവരെല്ലാവരും കൂടി വരുന്നത്. അപ്പോൾ ഒരുപാട് വൈകി അവരെത്തുമ്പോൾ, അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് അവരെങ്ങനെ എന്താ പറയുക ക്യാമറയിൽ വരുന്നത് ഇങ്ങനെ കാണുകയാണ്. ഞാനത് ജസ്റ്റ് വീഡിയോ ആയിട്ട് എടുത്തു എന്നേ ഉള്ളൂ. എന്തായാലും എല്ലാവരും ഒരുപാട് ഹാപ്പി ആയിട്ടാണ് വരുന്നത്. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു, കാരണം റോഡിൻ്റെ പണിയും കാര്യങ്ങളും ബ്ലോക്കൊക്കെ ആയിട്ട് അവരെത്താൻ ഭയങ്കരമായിട്ട് വൈകി. അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ വീട്ടിലോട്ട് എത്തി. ലാസ്റ്റ് വരുന്നത് ചേട്ടനാണ്. അപ്പോൾ ചേട്ടനും കൂടി വന്നതിന് ശേഷം നമ്മളെല്ലാവരും കുറേ നേരം സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അന്നത്തെ വീഡിയോ പിന്നെ ഒന്നും എടുത്തില്ല, കാരണം ഇവരെല്ലാവരും ഭയങ്കരമായിട്ട് ടയേർഡായിരുന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. അതായത് എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആണ്, സെപ്റ്റംബർ 22. അപ്പോൾ ഞാൻ അബുദാബിക്ക് പോവാതെ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. അവൻ എന്തായാലും അവൻ ഇൻറ്റേൺഷിപ്പ് ചെയ്യുകയാണ് ചെന്നൈയിൽ. അവൻ 2-3 ദിവസത്തേക്ക് വരുന്നുണ്ട്. അപ്പം എല്ലാം കൂടി നോക്കിയപ്പം കറക്റ്റായിട്ട് ബർത്ത്ഡേക്ക് അവനിവിടെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കൂടി പ്ലാൻ ചെയ്തിട്ടാണ് ഞാനും ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്തത്. എനിവേ, അവൻ രാവിലെ തന്നെ എത്തുന്നത് വെയിറ്റ് ചെയ്തിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? ചായ കൊള്ളാം. ഏട്ടാ എങ്ങനെയുണ്ടായിരുന്നു? നല്ല സുഖമായിട്ട് ഒറ്റ ഉറക്കത്തിലെത്തി. ചെന്നൈന്ന് അടുത്താണല്ലോ ഇങ്ങോട്ട് വരാം, എളുപ്പമായിട്ട്. അവൻ്റെ ചെന്നൈത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ വല്യമ്മ ചോദിക്കുകയാണ് അവൻ്റെ അടുത്ത്. എന്തായാലും ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും നമ്മൾ രാവിലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, ചേട്ടൻ്റെ വൈഫിൻ്റെ ഈ ഒരു പ്രോഗ്രാമിന് നമ്മൾ രാവിലെ തന്നെ പോവാണ്. അപ്പോൾ അവനും കറക്റ്റായിട്ട് ഈ ഒരു ഡേറ്റിന് വന്നതുകൊണ്ട് അവനും ഈ ഒരു സംഭവത്തിന് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റി. എന്തായാലും എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് പോകുന്നത്. അപ്പം ഞങ്ങൾ നേരെ പോകുന്നത് ചേട്ടൻ്റെ വൈഫിൻ്റെ വീട്ടിലോട്ടാണ്. അതായത് അച്ചു എന്നാണ് ഞങ്ങൾ വിളിക്കുക. അച്ചുവിൻ്റെ വീട്ടിലോട്ടാണ് നമ്മളെല്ലാവരും പോകുന്നത്. ഹായ് പറഞ്ഞേ. അങ്ങനെ ഞങ്ങൾ 2 കാറിലായിട്ടാണ് പോകുന്നത്. ഒന്ന് അവർ കോഴിക്കോട് നിന്ന് വന്ന കാറും ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ കാറും ഉണ്ട്. അങ്ങനെ 2 കാറിലായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. സ്ഥലം തൃശ്ശൂർ തന്നെയാണ്. ഇവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 15-20 minutes മാക്സിമം എടുക്കുള്ളൂ അവളുടെ വീട്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. 9ാം മാസം ആയതുകൊണ്ട് തന്നെ 9 പലഹാരങ്ങളായിട്ടാണ് അവരൊക്കെ വന്നത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ കോഴിക്കോടത്തെ ഒരു കസ്റ്റംസ് ആണ്. അപ്പോൾ എന്തായാലും അവർ എത്തി വീട്ടിലോട്ട്. ഞങ്ങളായിരുന്നു ആദ്യം എത്തിയത്, അവർ കുറച്ച് വൈകി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും അച്ഛൻ്റെ ഫാമിലി എല്ലാവരും നമ്മൾ ഇൻവൈറ്റ് ചെയ്ത്, കുറേ റിലേറ്റീവ്സും ഉണ്ടായിരുന്നു അവിടെ.
അങ്ങനെ തമ്മിൽ വിശേഷവും കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. നമ്മൾ വീട്ടിനകത്തേക്ക് കയറിയിട്ടില്ല, കാരണം ചേട്ടനും കൂടി വരാനുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ എത്തി. അപ്പോൾ അങ്ങനെ മാസ് എൻട്രിയിൽ ചേട്ടന് വന്നു. അച്ചു വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ മോം ആൻഡ് ഡാഡ് ടു ബി. അപ്പോൾ ഇവർ രണ്ടുപേരും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. എന്തായാലും അവർ രണ്ടുപേരും റെഡി ആയിട്ടിരിക്കുകയാണ്, ബേബീനെ വെയിറ്റിംഗ് ആണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ ആദ്യം തന്നെ സ്നാക്സും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടു തന്നു. ഇത് നമ്മുടെ ചേച്ചി തന്നെയാണ് കേട്ടോ, ചിന്ന ചേച്ചിയാണ്. ആ പുള്ളിക്കാർ സ്നാക്സ് കണ്ടപ്പോഴേക്കും വേഗം അത് നമുക്ക് എല്ലാവർക്കും സെർവ് ചെയ്യാൻ വേണ്ടി ഓടിച്ചാടി അതൊക്കെ പോയി എടുത്തു. എന്തായാലും എല്ലാവരും സ്നാക്സൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് അപ്പോഴേക്കും ലഞ്ച് കഴിക്കാനുള്ള ടൈമായി. അങ്ങനെ എല്ലാവരും ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോവാണ്. അവിടെ പുറത്തെല്ലാം അവർ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. നോൺ വെജിറ്റേറിയനും വെജിറ്റേറിയൻ എല്ലാതും ഉണ്ടായിരുന്നു. നല്ലൊരു ഫുഡായിരുന്നു, എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഒരു സൈഡായി, എല്ലാവരും റെസ്റ്റിംഗ് ആണ്. ഞങ്ങളിപ്പോ പോവാണ്, തിരിച്ചു പോവാണ്. പരിപാടിയൊക്കെ കഴിഞ്ഞു, വയറൊക്കെ എല്ലാരും കണ്ടു. വയറ് നിറച്ച് ഫുഡ് കഴിച്ചു ഞങ്ങള്. അതുപോലെ നമ്മള് വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് പോവാണ്. എന്താ പറയാനുള്ള? നല്ല ഫുഡായിരുന്നു, അടിപൊളി ഫുഡ്. സൂപ്പർ മീൻകറി. നീ നിനക്ക് എന്താ ഇഷ്ടമായത്? ചോറ് ഇഷ്ടായി. ചോറ്. അങ്ങനെ കുറേ നേരം നമ്മൾ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. അവിടെ എല്ലാവരും സംസാരിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അച്ചുവിന് ഓൾ ദി ബെസ്റ്റ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും എല്ലാവരും തിരിച്ചിറങ്ങേണ്ട സമയമായി. അപ്പൊ ഹാപ്പി ഡെലിവറി. അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് വന്നതിന് ശേഷം ഈവനിങ് ആയപ്പം നമ്മൾ തലേ ദിവസം നമ്മൾ കേക്കൊക്കെ ഓർഡർ ചെയ്തല്ലോ, ആ കേക്ക് നമ്മൾ മേടിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ജിനിയാട്ടനും ഉണ്ടായിരുന്നു, അബിയും ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് കേക്ക് മേടിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും അവിടെ എത്തിയപ്പം കേക്കൊക്കെ ഓൾറെഡി അവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അത് മേടിക്കേണ്ട ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കേക്ക് കിട്ടി നമുക്ക് കയ്യിൽ. ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്, കുറച്ച് ദിവസം മുമ്പ് അബുദാബിയിൽ ഞാനുള്ള സമയത്ത് ഞാനും അക്കിയും കൂടിയിട്ട് എൻ്റെ അനിയന് ബർത്ത്ഡേ ഒരു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പർച്ചേസിങ് ഒരു കുഞ്ഞു വീഡിയോ ആണ് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സംഭവം കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ അവൻ്റെ ഗിഫ്റ്റ് എന്താണ് നമ്മൾ മേടിക്കാൻ പോകുന്നത് എന്നുള്ളത്. ഇനിയത് സെലക്ട് ചെയ്യണം. നമ്മളൊരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, അത് കിട്ടുകയാണെങ്കിൽ എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ വിചാരിച്ചു വന്ന സാധനത്തിൻ്റെ വേറൊരു കളറായിരുന്നു നമുക്ക് കിട്ടിയത്. എനിവേ നമുക്ക് നോക്കാം. ഇതുപോലൊരു ബർത്ത്ഡേ വ്ളോഗ് ചെയ്യണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ബിറ്റ് വീഡിയോ ഒക്കെ മുൻകൂട്ടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ആദ്യം നോക്കിയ ഷൂസ് ഇതായിരുന്നു, ഈ വൈറ്റ് കളർ. എനിക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ നോക്കിയതായിരുന്നു ഈ ഒരു ന്യൂ ബാലൻസിൻ്റെ വേറൊരു കളറായിരുന്നു എടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത്. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടു. അവന് ഓൾറെഡി ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ഉണ്ടെന്നറിയാം, പക്ഷെ അവന് ന്യൂ ബാലൻസിൻ്റെ ഷൂസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കി പറഞ്ഞു ന്യൂ ബാലൻസ് നമുക്ക് നോക്കാം. അങ്ങനെ ഞാൻ കാലിലൊക്കെ ഇങ്ങനെ ഇട്ട് നോക്കിയപ്പം എനിക്ക് നല്ലൊരു ഭംഗി തോന്നി. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഈ റെഡ് ആൻഡ് ബ്ലാക്ക് ന്യൂ ബാലൻസിൻ്റെ ഷൂസാണ് നമ്മൾ അവന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ അവൻ്റെ ഷൂസൊക്കെ ഞാൻ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പെർഫ്യൂമും കൂടി ഞാൻ ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അവനൊരു പെർഫ്യൂം വേണമെന്ന് പറഞ്ഞിരുന്നു. ഇതാണ് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി ചെയ്തൊരു സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷൻ. പിന്നെ അവന് മേടിച്ച കേക്ക് എന്ന് പറയുന്നത് ആൽമണ്ട് കേക്കാണ്. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ അങ്ങനെ ഭയങ്കര സംഭവമൊന്നുമല്ല, ഒരു സിമ്പിളായിട്ടുള്ള രീതിയിൽ എല്ലാവരും കൂടിയിട്ട് ഹാപ്പി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലും സിമ്പിളായിട്ട് ഹാപ്പി ബർത്ത്ഡേ ഗൗതം എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അവനെ വിളിക്കുകയാണ്.
അങ്ങനെ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ ചെറിയ രീതിയിലത്തെ ഡെക്കറേഷനും സിമ്പിളായിട്ടുള്ള കേക്കും. ഇനി നമുക്ക് ബർത്ത്ഡേ പരിപാടിയിലേക്ക് കടക്കാം. അങ്ങനെ ജിനിയേട്ടൻ ക്യാൻഡിലൊക്കെ കത്തിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെയും ആഗ്രഹമായിരിക്കില്ല അവരുടെ ബർത്ത്ഡേ ഓർത്ത് വിഷ് ചെയ്യുക അല്ലെങ്കിൽ അത് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളത്. അത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ ലൈഫിൽ എൻ്റെ ചെറുപ്പം മുതൽ ഈ ഒരു പ്രായം വരെ ഞാൻ കണ്ടിട്ടുള്ളതും എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഈ ഒരു ബർത്ത്ഡേ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് നമുക്കൊരു വിഷ് ചെയ്യുന്നത് മറ്റൊരാൾക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കൊട്ടും പൈസ ചിലവില്ലാത്തൊരു കാര്യം കൂടിയാണത്. അപ്പം വിഷ് ചെയ്യുക, അയാൾക്ക് അത്രയും സന്തോഷം കിട്ടുന്നൊരു കാര്യമല്ലേ. അപ്പം ആ ഒരു ദിവസത്തിന് അത്രയും പ്രയോറിറ്റിയും അല്ലെങ്കിൽ പ്രഷ്യസ് ആണ് ആ ഒരു മൊമെൻറ്റ്. അപ്പം അതുപോലത്തെ ഒരു മൊമെൻ്റാണിത്. അപ്പം മമ്മയാണ് ഇതിനെ പണ്ട് മുതൽ ഇനീഷ്യേറ്റ് ചെയ്യാറ്. ഞാനത് എൻ്റെ ലൈഫിലും ഞാൻ മാക്സിമം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ കേക്കും കാര്യങ്ങളൊക്കെ കസിൻസും പപ്പയും അമ്മയും അമ്മൂമ്മയും എല്ലാവരും അവന് കൊടുക്കുന്നുണ്ട്. ഇവൻ്റെ ബർത്ത്ഡേയുടെ സെയിം ഡേറ്റിനാണ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് പൂച്ചകളുണ്ട്. അതിൽ 2 പേരുടെ ഡേറ്റ് ഓഫ് ബർത്തും ഇവൻ്റെ ബർത്ത്ഡേയും ഒരേ ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് പപ്പയും മമ്മിയും ഇവരെയും കൂടിയും എടുത്തിട്ടുണ്ട്. കാരണം ജസ്റ്റ് ഒരു മെമ്മറിക്ക് വേണ്ടി മാത്രം. അപ്പോൾ ഇവരുടെ പേര് ചെവിയിൽ കറുപ്പുള്ള ആൾ ജീക്കുട്ടനും ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആൾ ഉമ്മൻ എന്നാണ് ഞങ്ങൾ പേരിട്ടത്. എന്തായാലും അവരുടെയും കൂടി ബർത്ത്ഡേ ആണ്. അങ്ങനെ എല്ലാവരും അവന് ബർത്ത്ഡേ കേക്ക് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ വിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവൻ മൊത്തത്തിൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എങ്ങനെയോ സംഭവിക്കുന്നതാണ്, ഇവൻ്റെ ബർത്ത്ഡേക്ക് എങ്ങനെ കറങ്ങി തിരിഞ്ഞാലും കസിൻസ് എല്ലാവരും ഉണ്ടാവും. അത് ഭയങ്കര ഒരു ബ്ലെസ്ഡ് ആണ് അവൻ ഈ ഒരു കാര്യത്തിൽ. മമ്മ അവന് കൊടുത്തത് ഒരു കസ്റ്റമൈസ് ചെയ്തൊരു ഗിഫ്റ്റാണ്. അതായത് അവനൊരു വാലറ്റ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു കീ ചെയിൻ, പിന്നെ ഒരു പെൻ ഉണ്ടായിരുന്നു. ഇതിൻ്റെ മേലെല്ലാം അവൻ്റെ പേരൊക്കെ എഴുതിയിട്ട് നല്ല ഒരു മെമ്മറബിളായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ് മമ്മ ഗിഫ്റ്റ് ചെയ്തത്. അതിനുശേഷം അമ്മ അവന് വീണ്ടും ടീഷർട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അവൻ ഭയങ്കര ഹാപ്പിയായി. അതിനുശേഷം ജിനിയേട്ടൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട്. എനിക്കറിയാം. അടിച്ചു നോക്കണം എങ്ങനെയുണ്ട് എനിക്ക് സ്മെല്ല്. അവന് ആദ്യത്തെ ഗിഫ്റ്റ് പെട്ടെന്ന് മനസ്സിലായി, പെർഫ്യൂം. രണ്ടാമത്തെ ഗിഫ്റ്റ് അതിലും പെട്ടെന്ന് മനസ്സിലായി, കാരണം ഷൂ ആണെന്നുള്ളത് ഒബ്വിയസ്ലി ഒരു ബോക്സ് കാണുമ്പം മനസ്സിലാവുമല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു ഗിഫ്റ്റ് എൻ്റെയും അക്കിയുടെയും വക ഉള്ള ഒരു ബർത്ത്ഡേ ഗിഫ്റ്റാണ് അവന്.
തുറന്ന് കാണിക്കണം. അങ്ങനെ തുറക്കല്ലേ? ഏത് ഷൂ? പപ്പ ഇവിടെ മേടിച്ചതാ. നമുക്ക് എന്താ കൂടി എനിക്ക് വിടാൻ തന്നാ മതി. അടിപൊളിയാ. ഇതിന് ജോലിക്ക് പോവാ. നോക്കൂ. അല്ലല്ലേ അടിപൊളി. അങ്ങനെ കലാപരിപാടികളൊക്കെ ഒരുവിധം കഴിഞ്ഞു. അങ്ങനെ നമ്മൾ കേക്കും കാര്യങ്ങളൊക്കെ എല്ലാവരും കഴിക്കുകയാണ്. അതാണ് ഇനി അടുത്ത പരിപാടി. എന്തായാലും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് അവൻ പറഞ്ഞത്. ജ്യൂസ് കുടിച്ചില്ലല്ലോ, അത് കഴിച്ചാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പം അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അവന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറയാ ഇപ്പോഴും എന്റെ ബർത്ത്ഡേക്ക് എല്ലാരും ഉണ്ടാവും. എല്ലാരും ഉണ്ടാവും. അത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കൂട്ടുന്നു. പിന്നെ വന്ന എല്ലാ ആൾക്കാർക്കും നന്ദി. പിന്നെ എല്ലാ ഗിഫ്റ്റും കാര്യങ്ങളും എല്ലാം തന്ന എല്ലാവരും നന്ദി. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു. അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച ഈ ഒരു ബർത്ത്ഡേ നമ്മളെല്ലാവരും ഭയങ്കര സിമ്പിളായിട്ടാണെങ്കിലും വളരെ ഹാപ്പി ആയിട്ട് അതെല്ലാം സെലിബ്രേറ്റ് ചെയ്തു. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഈവനിങ് ചായ കുടിക്കുന്ന ഒരു സീനാണ് നിങ്ങൾ കാണുന്നത്. അച്ഛൻ്റെ വീട്ടിൽ കൊടുത്ത പലഹാരങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര സന്തോഷിച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതേപോലത്തെ ഒരു മൊമെൻറ്റ്സും ഞങ്ങൾ മിസ് ചെയ്യാറില്ല. മാക്സിമം അതെല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് ട്രഷർ ചെയ്യാറുണ്ട്, എൻജോയ് ചെയ്യാറുണ്ട്. ഇതൊക്കെ തന്നെയായിരിക്കും നമുക്ക് കുറേ കാലം കഴിയുമ്പം ഓർത്തിരിക്കാൻ പറ്റുന്ന നല്ല നല്ല മെമ്മറീസ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം ഉള്ള സമയം നമ്മളെല്ലാം നന്നായി മാക്സിമം എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ലോവ്സ് ആൻഡ് മഫിൻസ് തൃശ്ശൂരുള്ള അവരുടെ കെഫേയിലാണ് വന്നിട്ടുള്ളത്. ഞാനും അനീനും ഉണ്ട്. ഇന്ന് വരാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവരുടെ കെഫേയിൽ മുന്നേ വന്നിട്ട്. ആ റീൽ അത്യാവശ്യം നല്ല റീച്ചൊക്കെ കിട്ടിയപ്പം ഇവിടുത്തെ ഓണർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ ട്രീറ്റ് തരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഒറ്റയ്ക്ക് വരാനുള്ള മടി കൊണ്ട് ഞാൻ അനിയനെയും കൂട്ടി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വന്ന് ഇവിടെ ഞങ്ങൾ ആ ട്രീറ്റ് എൻജോയ് ചെയ്യാണ്. അപ്പം ഓണർ ഉണ്ടായിരുന്നു, പുള്ളിക്കാരി സംസാരിച്ച് ഞങ്ങൾ പിരിഞ്ഞു. അപ്പം അവിടുത്തെ മെയിനായിട്ടുള്ള ഈ ലോവ്സ് ആൻഡ് മഫിൻസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ലൈവായിട്ട് അവർ ബേക്ക് ചെയ്യും. അപ്പോൾ ആ ബേക്കിംഗ് ഒരു ഷോട്ടും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ലൈവായിട്ട് അവരുടെ 5 o'clock ഈവനിങ് തൊട്ടിട്ട് ഒരു 7 PM വരെ ഇവർക്ക് ഫ്രഷ്ലി ബേക്ക്ഡ് ആയിട്ടുള്ള ഇതേപോലത്തെ സ്നാക്സ് അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പം ഞാൻ ചെന്ന സമയത്ത് അവർ പറഞ്ഞു ഇതേപോലെ ഇപ്പം ബേക്ക് ചെയ്യുന്നുണ്ടാവും, അപ്പം വീഡിയോയുടെ ഒരു പേർപ്പസിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തോളാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അതിൻ്റെ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ ഭാഗം മാത്രമേ ഞാനിതിങ്ങനെ ക്യാപ്ചർ ചെയ്തിട്ടുള്ളൂ. നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോസസ്സ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയാണ് അവിടെ എല്ലാം അവർ ഫ്രഷ്ലി ബേക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ലോവ്സ് ആൻഡ് മഫിൻസ് തൃശ്ശൂരുള്ള ബ്രാഞ്ച് വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി വിസിറ്റ്. അടിപൊളിയായിട്ടുള്ള ഐറ്റംസാണ് അവരുടെ എല്ലാം. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് എത്തി. ഹലോ, എന്താ ഈ പാക്കിംഗ് ഒക്കെ? ഒന്നും ഇല്ല, എടുത്ത് കൊണ്ടുപോന്നെ, പരിപാടിയൊന്നുമില്ല. ആകെ പാക്കിംഗ് പരിപാടിയിലാണ്. എന്തെങ്കിലും സഹായം വേണോ? വേണ്ട. അവനിന്ന് തിരിച്ച് ചെന്നൈയിലോട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവൻ്റെ പാക്കിങ്ങും പരിപാടിയൊക്കെ നടക്കുകയാണ്. അപ്പോൾ അവൻ്റെ റൂമിലോട്ട് ഞാൻ ചുമ്മാ വന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇതൊന്നും എടുക്കാമെന്ന് വിചാരിച്ചു. അവൻ്റെ ഒരു വൈബ് അനുസരിച്ചിട്ടുള്ളൊരു റൂമാണ് കേട്ടോ ഇത്. കസിൻസൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരിക്കാറ് ഈ ഒരു റൂമിലാണ്.
ഈ ഒരു ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു രസമാണ്. ലൈറ്റ് ഓഫ് ആക്കിടാം. അടിപൊളി വേണ്ട. അപ്പോൾ ഇങ്ങനെയാണ് ലൈറ്റൊക്കെ ഓഫാക്കുമ്പം ഉള്ളൊരു റൂമിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു വൈബ്. അപ്പോൾ എന്തായാലും അവൻ തിരിച്ച് പോവാണ്. എനിക്ക് നല്ല വിഷമമുണ്ട്, കാരണം എനിക്ക് അവൻ്റെ കൂടെ അധികം ടൈം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. വളരെ കുറച്ച് ദിവസം മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ അവൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. അത് ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ ഞാനും പപ്പയും അമ്മയും കൂടി ഇവനെ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഇവൻ്റെ ബസ് ഓൾമോസ്റ്റ് വരാറായിട്ടുണ്ട്. അങ്ങനെ അവൻ്റെ ബസ്സൊക്കെ വന്ന് അവൻ പോവാണ്. എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. മെയിനായിട്ട് അവൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെനിക്ക് സക്സസ്ഫുള്ളി നല്ല രീതിയിൽ സിമ്പിളായിട്ടാണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിട്ട് അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. കസിൻസൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടിയിട്ട് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ബർത്ത്ഡേ ആയിരുന്നു അവൻ്റെ എന്ന് ഞാൻ വിചാരിക്കണു. എന്തായാലും അതൊരു വ്ളോഗായിട്ടൊരു മെമ്മറി ആയിട്ട് എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലും എനിക്ക് ഇടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും അവനൊരു ഹാപ്പി ജേർണിയൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഈ വീഡിയോ ഞാനിവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. Take care.